സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് ആശ്വാസമായി സുപ്രീം കോടതി ഇടപെടൽ. ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് കേരളത്തിന് നൽകുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. കേരളത്തിന് ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും സുപ്രീം കോടതി. ആർ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കടമെടുപ്പ് പരിധിയിൽ നാളെ രാവിലെ 10:30 മുമ്പ് കോടതി ആരംഭിക്കുന്ന സമയത്ത് തീരുമാനം അറിയിക്കാനാണ് കേന്ദ്രത്തിന് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണക്കാക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിച്ചാൽ അത് കേരളത്തിന് ആശ്വാസമാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പരിഗണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക പരിഗണന കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യവും ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളും ഏതാണ്ട് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യേക പരിഗണന നൽകണം എന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. വായ്പാ പരിധിയിൽ കേരളത്തെ സംബന്ധിച്ച് ആ വായ്പാ പരിധി വിഷയത്തിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാധാകൃഷ്ണൻ, കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ അതിനെ അല്പം ലഘുവായിട്ട് പരിഗണിക്കണം എന്ന വിധത്തിലാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശത്തിന്റെ അനുബന്ധമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിൽ ഫിനാൻസ് സെക്രട്ടറിയുമായിട്ട് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെ കേരളം ശ്രമം നടത്തിയിരുന്നെങ്കിലും അതിനൊരു അനുകൂല അന്തരീക്ഷം ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഈ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുതകൾ അതിനെ എങ്ങനെ മറികടക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടി വരും. അതുകൂടി പരിഗണിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ക്രമങ്ങൾ അത് തെറ്റിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല. മറിച്ച് കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. രാധാകൃഷ്ണൻ, എന്തായാലും ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിലിൽ ഇത് നൽകുക എന്നൊക്കെയുള്ള കുറുക്കു വഴികളിലേക്ക് കേന്ദ്രം മാറാനുള്ള സാഹചര്യമുണ്ടോ? വേണു, ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ വികസന പദ്ധതികൾ ഒരുപക്ഷെ ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ കൂടുതൽ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകയിരുത്തലുകൾ കൂടുതൽ വേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. ബഡ്ജറ്റ് വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ എന്ന വിധത്തിലേക്ക് ഒരുപക്ഷെ കേന്ദ്രത്തിന് ഈ നിർദ്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട സാഹചര്യത്തിൽ ഏതായാലും എല്ലാ കാര്യങ്ങളും പിന്നീട് പരിഗണിക്കാം എന്ന സമീപനം അത് ഉണ്ടാകില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒറ്റത്തവണ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിന്റെ തുക അത്തരം വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ രാധാകൃഷ്ണൻ? വേണു, ഇതിന്റെ ഒറ്റത്തവണ തുക എത്രയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ നൽകണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇത് കേന്ദ്രത്തിന്റെ കൂടി നാളത്തെ ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു നിർദ്ദേശം അഥവാ നിർദ്ദേശം കൊടുക്കുന്നെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുക. ഏതായാലും നാളെ 10:30 കേന്ദ്രം അറിയിക്കുന്ന നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴത്തെ വിഷയത്തിൽ പരിഹാരം സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്. രാധാകൃഷ്ണൻ, ഈ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കണക്കുകൾ സഹിതം കേന്ദ്രം കോടതിയെ ബോധ്യപ്പെടുത്തിയതാണല്ലോ. എന്നിട്ടും കേരളത്തിൻ്റെതൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണോ ഇന്നത്തെ നടപടിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? വേണു, അതിന് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ വസ്തുതാപരമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിന് ഈ കടമെടുപ്പ് പരിധിയിൽ ഇളവ് നൽകാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കടമെടുപ്പ് പരിധിയുടെ വിഷയത്തിൽ നാളെ രാവിലെ തീരുമാനം അറിയിക്കണം എന്ന സുപ്രധാന നിലപാട് അത് എത്തിയിരിക്കുന്നു എന്നതാണ്. ഈ അടുത്ത ഒരു 10 ദിവസം അതിലേക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ കേരളത്തിനെ പരിഗണിക്കണം എന്ന വിധത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് അത് ആശ്വാസകരവും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക വിഷമതയുടെ ഒരു ഘട്ടത്തിൽ കേരളത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരവസ്ഥയും പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാധാകൃഷ്ണൻ, ഇതിന്റെ ചുവടുപിടിച്ച് മറ്റു സംസ്ഥാനങ്ങളും ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പല ഘട്ടങ്ങളിൽ ഇത്തരം നിയമവൃത്തങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സുപ്രീം കോടതി അതൊക്കെ പരിഗണിച്ചുകൊണ്ടും ഇങ്ങനൊരു സമീപനം എടുത്തത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ കേരളം പറയുന്ന ചില കണക്കുകളുണ്ട്. ഈ കേരളത്തിന്റെ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തില് സംസ്ഥാനത്തിന്റെ ബാധ്യത എത്രത്തോളമാണ് എന്ന് കേന്ദ്രം സൂചിപ്പിച്ചത് അടക്കമുള്ളത്
ഏത് വിധത്തിലാണ് കണക്കാക്കിയത് എന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കേരളത്തിന്റെ എതിർപ്പുകൾ വ്യക്തമാക്കിയിരുന്നു. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. ഈ ഉൽപാദനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഉള്ള വിഹിതം മാത്രം നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ ഈ ഉപഭോക്തൃ സംസ്ഥാനത്തെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തി കണക്കാക്കിയാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, അഥവാ ആ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകില്ല. മറിച്ച് ഈ ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്ന വസ്തുത കൂടി കണക്കിലെടുത്ത് ആ സംസ്ഥാനം നൽകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ആകെ വിഭവത്തിന് നൽകുന്ന ഈ വാങ്ങൽ ശേഷി കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കാതെ ഉള്ള ഒരു നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. മറിച്ച് ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അവരുടെ ഈ ഉൽപാദനത്തിന്റെ കാർഷിക ഉൽപാദനത്തിന്റെ പരിധി അടക്കം വച്ചുകൊണ്ട് കാര്യങ്ങളെ കണക്കുകൂട്ടുകയും കൂടുതൽ തുക അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് ഒക്കെ പോകുന്നുണ്ട്. കേരളം ചോദിച്ചത് ബെയിൽ ഔട്ടാണ്, അത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ എന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കൂടി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.